എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 2-ാം തീയതി മുതൽ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. ജൂലൈ 1-ാം തീയതിയോടെ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ജൂലൈ 2, 3, 4 തീയതികളായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ജൂലൈ 8-ാം തീയതി വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ ഒരു ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാതെ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. നിലവിൽ അപേക്ഷ ഓൾറെഡി നൽകിയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അതുപോലെ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥികൾ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുകയും അതുപോലെ തന്നെ പുതുതായിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് അനുസരിച്ച് ഓപ്ഷനുകൾ നൽകുകയും ചെയ്യേണ്ടതാണ്. ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് അപേക്ഷ നൽകേണ്ടതാണ്. നിങ്ങൾക്ക് അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ എങ്ങനെ നൽകാം എന്നുള്ള കാര്യം കൂടി നോക്കാം. അതുപോലെ ഒന്നിൽ കൂടുതൽ ജില്ലയിലേക്ക് ഇനി അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ ജില്ലയിലേക്ക് അഡ്മിഷൻ ായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ജില്ലയിലേക്കും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതത് ജില്ലയിലേക്ക് ഉള്ള കാൻഡിഡേറ്റ് ലോഗിൻ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ജൂലൈ 1-ാം തീയതി വരും നോട്ടിഫിക്കേഷൻ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഞാനിത് സ്പോർട്സ് കോട്ടയുടെ കാൻഡിഡേറ്റ് ലോഗിൻ വെച്ച് കാണിച്ചു തരാം. അതായത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു ഇത് സ്പോർട്സിൻ്റേതായതുകൊണ്ടാണ് സ്പോർട്സ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതായത് ഈ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ നൽകേണ്ടത് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ ഓൾറെഡി ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു, മറ്റൊരു ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത്, ആ ഒരു ജില്ല ഏതാണോ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് അടുത്ത പേജിൽ ചോദിക്കുന്നത് ഇത് ആയിരിക്കും. അതായത് നിങ്ങളുടെ SSLCയുടെ സ്കീം ഏതാണ് എന്നുള്ളത് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, തെറ്റിപ്പോവരുത്. അതുകൊണ്ട് തന്നെ ഈ വർഷം SSLC 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ SSLC 2023-24 എന്നുള്ളതും CBSE ICSE ഈ ഒരു രീതിയിലുള്ളവർക്ക് ഇവിടെ താഴെയും അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സ്കീമാണെന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ ആ ഒരു സ്കീം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് മാസമാണ് പാസ്സായത്, ഏത് വർഷമാണ് പാസ്സായിട്ടുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു SSLCയുടെ രജിസ്റ്റർ നമ്പർ എന്താണെന്നത് കറക്റ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നൽകുന്ന ഒരു മൊബൈൽ നമ്പർ അത് 2 പ്രാവശ്യം ഒരു നമ്പർ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ടാണോ അപേക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ്. സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫ്, അതുപോലെ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴിയാണെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക്, മറ്റുള്ളവരുടെ സഹായത്തോടെ അതായത് അക്ഷയ വഴിയൊക്കെ ആണെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയൊക്കെ ആണെങ്കിൽ അതർ എന്നുള്ളതുമാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് കാണാം, എൻ്റർ ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നമ്പേഴ്സ് ആ ഒരു ക്യാപ്ച എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക ജസ്റ്റ് ഇതുപോലൊരു പേജായിരിക്കും. അതിൽ നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഉള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് തന്നെ സെൻഡ് OTP എന്നുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്തൊരു പേജിൽ നിങ്ങൾക്ക് ഈ ഒരു OTP നൽകുന്നതിനായിട്ട് ഈ ഒരു എൻ്റർ OTP എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ബോക്സ് കാണാം. അതുപോലെ തന്നെ അതിനുശേഷം നെക്സ്റ്റ് അല്ലെങ്കിൽ സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു OTP കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ കാണാൻ സാധിക്കും. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതോടെ നിങ്ങളുടെ ആ ഒരു OTP കറക്റ്റായിട്ട് വെരിഫൈ ആയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് പേജിലേക്ക് പോകും. അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ 2 ബോക്സുകൾ കാണാൻ സാധിക്കും. അതിനുശേഷം താഴെയായിട്ട് അപ്ഡേറ്റ് ക്യാൻസൽ ബട്ടൺ കാണാനായിട്ട് സാധിക്കുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളോട് അതായത് നിങ്ങൾക്ക് ഏത് പാസ്വേഡാണ് ആപ്ലിക്കേഷന് വേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 8 അക്കമുള്ള ആ ഒരു പാസ്വേഡ് നിങ്ങൾ കറക്റ്റായിട്ട് അതായത് ഒരു 8 അക്ക നമ്പർ കൊടുക്കുക. 8 അക്ക നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ആൽഫബറ്റ്, അതുപോലെ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ എന്നിങ്ങനെയൊക്കെയുള്ള അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്നിവ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പാസ്വേഡ് ആയിരിക്കണം. ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് അമൽ എന്നാണ് എന്ന് കരുതുക. അപ്പോൾ അമൽ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അമൽ @2007 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമൽ @123 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അതായത് ഒരു ക്യാപിറ്റൽ, അതുപോലെ തന്നെ ബാക്കി സ്മോൾ, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്നുള്ള എന്നുള്ളത്, അതുപോലെ തന്നെ ഇത് നമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ 8 ക്യാരക്ടേഴ്സുള്ള ഏത് തരത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു പാസ്വേഡ് ഇവിടെ 2 തവണ സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അതൊരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടെ നിങ്ങളുടെ പാസ്വേഡ് സെറ്റായി. ഇനി ആപ്ലിക്കേഷൻ നമ്പർ അടുത്ത പേജിലായിട്ട് അടുത്തതായിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്ന നിങ്ങളുടെ ആ ഒരു പാസ്വേഡല്ല ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കും. അതുപോലെ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് എടുത്തു വയ്ക്കുകയും ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നിങ്ങൾക്ക് ലഭിച്ചു. അതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ജില്ലയിലേക്കും അപേക്ഷിക്കാനായിട്ട് ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇനി ഓൾറെഡി അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ആ ഒരു ലിങ്ക് വരുന്നതാണ്. നിലവിൽ ആ ഒരു ലിങ്ക് ഈ ഒരു ജൂലൈ 1-ാം തീയതിയാണ് വരിക. അപ്പോൾ ആ ഒരു ലിങ്ക് വന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് സ്പോർട്സിൻ്റേതാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ഏത് ജില്ലയിലേക്കായിരുന്നു നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല കൂടി നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ നൽകിയ എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണാൻ പറ്റും. ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ പ്രത്യേകിച്ച് അതിലൊന്നും കാണില്ല. നിങ്ങൾ അതിലുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ബോണസ് പോയിൻ്റ് മറ്റുള്ള ഡീറ്റെയിൽസിൻ്റെ ഒക്കെ നൽകാനായിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ SSLCയുടെ മാർക്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് പരീക്ഷ എഴുതി ജയിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്പർ ഓഫ് ചാൻസ് ചോദിക്കും, അത് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവസാനം ഈ ഒരു രീതിയിൽ സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവസാനം ഓപ്ഷൻ നൽകാനുള്ള ആ ഒരു ഭാഗം വരും. ഓപ്ഷൻ നൽകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വെബ്സൈറ്റിൽ വാക്കൻസി ലിസ്റ്റ് ഈ ഒരു ജൂലൈ 1-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ആ ഒരു വാക്കൻസി പ്രകാരം നിങ്ങൾ ഓപ്ഷൻസ് നൽകാൻ ശ്രദ്ധിക്കുക. വാക്കൻസി ഇല്ലാതെ സ്കൂളിൽ ഓപ്ഷൻ വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വാക്കൻസി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് ഈ ഒരു സ്കൂൾ വൈസ് വാക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് സ്പോർട്സ് കോട്ടയുടെ വാക്കൻസിയാണ്. അതിനുശേഷം നിങ്ങളുടെ ജില്ല ഏതാണ് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ആ ഒരു വേക്കൻസി ലിസ്റ്റ്, അതായത് ആ ഒരു ജില്ലയിൽ സ്കൂളിൻ്റെ വേക്കൻസി ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങളുടെ ആ ഒരു ഇത് മെറിറ്റ് കോട്ടയിൽ, ഇത് സ്പോർട്സ് കോട്ട കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ മെറിറ്റ് കോട്ടയുടേതാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. സ്കൂൾ നെയിം, അതുപോലെ കോഴ്സ്, അതുപോലെ സ്കൂളിൻ്റെ ജെൻഡർ, അതായത് ബോയ്സ് സ്കൂളാണോ ഗേൾസ് സ്കൂളാണോ അല്ലെങ്കിൽ ബോയ്സും ഗേൾസുമുള്ള മിക്സ്ഡ് സ്കൂളാണോ എന്നാണ് ചോദിക്കുന്നത്. അതിനുശേഷം ചോദിക്കുന്നതല്ല, ജസ്റ്റ് അതാണെന്ന് സൂചിപ്പിക്കുന്നതാണ് കോ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ അത് ഏത് കോട്ടയിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതായത് ജനറൽ കോട്ടയിലാണോ അല്ലെങ്കിൽ SC കോട്ടയിലാണോ ST കോട്ടയിലാണോ അല്ലെങ്കിൽ ഒരു EWS കോട്ടയാണോ അല്ലെങ്കിൽ മുസ്ലിം കോട്ടയാണോ, അതായത് നിങ്ങൾക്ക് ഏത് കോട്ടയിലാണ് നിലവിൽ ആ ഒരു സ്കൂളിലുള്ള സീറ്റ് ഉള്ളത് എന്നുള്ളതാണ് കറക്റ്റായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ജനറൽ കോട്ടയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻസ് വെക്കാം. അതുപോലെ ബാക്കിയുള്ള വിഭാഗം ആണെങ്കിൽ നിങ്ങളുടെ വിഭാഗം ഏതാണ്, അതായത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത്, ആ ഒരു കാറ്റഗറി സീറ്റ് എവിടെയാണ് വേക്കൻസി ഉള്ളത് അവിടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ നൽകി സബ്മിറ്റ് ചെയ്ത് പിന്നീട് വരുന്ന പേജിൽ വിദ്യാർത്ഥികൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത്
അതായത് ആ ഒരു പേജിൽ നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. നിങ്ങൾ അതുവരെ നൽകിയ എല്ലാ ഡീറ്റെയിൽസിൻ്റെ വിവരങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു പേജിൽ നിന്നും നിങ്ങളുടെ അപേക്ഷ വീണ്ടും ചെക്ക് ചെയ്യുക. ഒരു 2 തവണയെങ്കിലും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട വേക്കൻസിയുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടില്ലേ എന്നുള്ളതും അപേക്ഷയിലെ എല്ലാ വിവരങ്ങളും കറക്റ്റ് അല്ലേ എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റൊന്നും ഇല്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ഒരു 2 തവണ ചെക്ക് ചെയ്ത് ഒരു തെറ്റുകളും ഇല്ല എങ്കിൽ നിങ്ങൾ കൺഫേം ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ ആ ഒരു പ്രിവ്യൂ പേജിൽ തന്നെ ആ ഒരു കാര്യത്തിൻ്റെ അടുത്താണ് തെറ്റിയുള്ളത് അതിനടുത്തായിട്ട് ഒരു പെൻസിൽ അല്ലെങ്കിൽ പെൻ ഐക്കൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും എഡിറ്റ് ചെയ്യുകയും അതിനുശേഷം പിന്നീട് വീണ്ടും നേരത്തെ വന്ന പ്രിവ്യൂ പേജിൽ പോയിട്ട് അത് വീണ്ടും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും. തെറ്റുകൾ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തി നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യുകയും കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നീട് ഈ ഒരു ജൂലൈ 8-ാം തീയതിയോടെ വിദ്യാർത്ഥികളുടെ ആ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.